Good afternoon to all. Okay. Good afternoon, ma'am. Good afternoon, ma'am. Yeah, എന്തോ ഒരു മോചനം കിട്ടിയ ഫീൽ ആണല്ലോ അൺമ്യൂട്ട് ചെയ്തപ്പോ ആണോ? ഇത്ര നേരം സംസാരിക്കാതിരുന്നു അല്ലേ? എന്താണ്? ഓക്കെ, good afternoon to all. എന്തൊക്കെയുണ്ട് വിശേഷത്തിലാണോ? ഇന്ന് ക്ലാസ് ഒന്നുമില്ലല്ലോ, പിന്നെ എന്തെല്ലാം നോക്കിക്കുന്നേ? എനിക്ക് എടുക്കാറൊന്നുമില്ല, പോർഷൻസ് ഒക്കെ എല്ലാം കഴിഞ്ഞു. പറയാമെന്നല്ലോ വേണം പറഞ്ഞു. എനിക്ക് തോന്നി കേട്ടോ, എല്ലാവരും ചാടി ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞപ്പോ എങ്ങനെയാ തോന്നിയത്? ഇത് ജയിലിൽ പുറത്തു വിട്ടൊരു ഫീൽ ചെയ്തത് ചുമ്മാ തമാശ കണ്ടോ? പറയൂ, എന്താണ്? എനിക്ക് ക്ലാസ് ഒന്നുമില്ല, പിന്നെന്താ എന്റെ പോർഷനൊക്കെ കംപ്ലീറ്റ് ആയി. മിണ്ടുന്നില്ലല്ലോ, മ്യൂട്ട് ചെയ്ത് വെച്ച് മിണ്ടാതെ ആയോ? എന്റെ അടുത്ത് സംസാരിക്കണുണ്ടോ? ഓക്കെ, ഞാനങ്ങനെ മ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കുന്നത് ഇഷ്ടമല്ല. ക്ലാസ് എടുക്കുന്നത് മിസ് മാത്രമേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് വലിയ ശല്യം എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കങ്ങനെ മ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുത്ത ശീലമില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്ലാസ് അങ്ങനെ മ്യൂട്ട് ചെയ്യാറില്ല. എനിക്ക് റെസ്പോണ്ട് കിട്ടും, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യും. അതാണ്, ഇങ്ങനെ വേണമല്ലേ പറഞ്ഞു കൊടുക്കാൻ ഞാൻ വേറെ ടീച്ചേഴ്സിനോടൊക്കെ എന്നെ ചീത്ത പറയും. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട്? സുഖാണോ? എക്സാം ഒക്കെ ആയല്ലോ, പഠിക്കുന്നില്ലേ? ഞങ്ങള് പഠിക്കണ്ട മാം, നൈറ്റ് ഒക്കെ റിവിഷൻ നടത്തുന്നുണ്ട്. വയ്യ മിസ്, എക്സാം തുടങ്ങിയപ്പോ തന്നെ തൊട്ട് പനി, തലവേദന, ഭയങ്കര ടെൻഷനാ. എല്ലാ ആവശ്യമുള്ളതിനാണ് ടെൻഷൻ അടിക്കുന്നത്. അതും ടേം എക്സാം ആണ് മക്കളെ, എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കൂളായിട്ടിരിക്കും, വന്നോടത്ത് കാണാനേ ആ ഒരു ധൈര്യം വേണം. സ്റ്റഡിയിലൊക്കെ തരും, ചോദിച്ചു വാങ്ങാണല്ലേ, തരും. പനിയാണ് മിസ്സേ, ഒന്നും പഠിക്കണം, ഒന്നും പഠിക്കണ്ട, റെസ്റ്റ് എടുത്തു. അവിയിൽ വരുവായി. എന്റെയൊക്കെ എങ്ങനെയാണ്? എന്റെ പോർഷൻസ് അവിയിൽ വരുവാണോ? കോഴ്സ് പോലും ഇല്ല, ആവശ്യടാ. റെസ്റ്റ് എടുക്കൂട്ടോ. എന്താണ് മിസ്സിന്റെ പോർഷനൊക്കെ ഞങ്ങൾ ഏകദേശം സെക്കൻഡ് മൊഡ്യൂളത്തേക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു മിസ്. കംപ്ലീറ്റ് ചെയ്തോ? ഞങ്ങള് റിവിഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഓ, സൂപ്പർ ആയിരുന്നു. നിങ്ങൾ എങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ പറയുന്നതാണോ, അല്ലെങ്കിൽ ചുമ്മാ എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെയാണോ? ഞങ്ങള് വൈകിട്ട് കമ്പൈൻ സ്റ്റഡി ഉണ്ട്, രാത്രി 11 മണി വരെ. ഒരു 12 മണി വരെ ഞങ്ങൾക്ക് പിന്നെ ഷാനിയൊക്കെ കൊണ്ടിട്ട് ഉറക്കമില്ല. മിസ്, ഞങ്ങള് ഡെയിലി ഓരോ പോർഷൻ കവർ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. രാത്രി ഒരു 8:00-ക്ക് ശേഷം ചിലപ്പോൾ ഞങ്ങൾ തുടങ്ങിയ ചിലപ്പോൾ ഒരു 11:30-12 മണി വരെയൊക്കെ ആവും അവസാനിക്കാന്. ഞങ്ങള് ഡീസന്റ് കുട്ടികളാ ടീച്ചറെ. നല്ല കുട്ടികളാ. നന്ദിനി പറഞ്ഞു, നന്ദിനി ഞാനാണ് ചീത്താക്കിയത്, അത് എനിക്ക് പറയണം. പറയൂ നന്ദിനി. ഞാൻ മര്യാദക്ക് എഴുതി പഠിച്ച് എങ്ങനെയോ ഒരു സ്ഥലത്ത് ഇരുന്ന എന്നെ രാത്രി 11:30 വരെ കുത്തി ഇരുപ്പിച്ചത് മിസ്സ് കാരണം ഞാൻ പിന്നെ അവരുടെ ക്ലാസ് കയറേണ്ടി വന്നേ. ഇപ്പൊ 11:30-ക്കാ ഞാൻ കിടന്ന് ഉറങ്ങുന്നത്, അത് ഉറക്കവും ഇല്ല. ദൈവമേ, കറക്റ്റ് സമയത്തൊക്കെ ഉറങ്ങും കേട്ടോ. ഇത്രയും പഠിച്ചിട്ട് മാർക്ക് കുറഞ്ഞാൽ ഡിപ്രഷനിലൊക്കെ ഒന്ന് പോകരുത് കേട്ടോ. മിസ്സേ, ഞാനൊക്കെ 11:30-ക്ക് ശേഷമാണ് മിസ്സേ രാത്രിക്ക് ഫുഡ് പോലും കഴിക്കുക. അത്രക്ക് സീരിയസ് ആണ് ഞങ്ങൾ എല്ലാവരും. ഇത്രയും കഷ്ടപ്പെടില്ലേ? എനിക്ക് എന്തോ പോലെ, ഞാൻ ഇത്രയും കഷ്ടപ്പെടില്ല. ഭയങ്കര ജനറൽ ആണ്, നമുക്ക് പേടിക്കണ്ട. പക്ഷെ ആ ടേംസ് വരുമ്പോ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോവാൻ പറ്റും. അവിടെയാ പ്രശ്നം. ടേംസ് ആയിട്ട് തന്നെ പഠിക്കണ്ടേ. ഒരു ഗസ്റ്റിൽ നമ്മൾ അത് ചെയ്താലും അവസാനം അത് മാറിപ്പോവും. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് നല്ലൊരു കൺഫ്യൂഷൻ വരും, ഇത് തന്നെ ആണോന്ന്. അപ്പൊ നമ്മൾ കുത്തിയിരുന്ന് പഠിക്കേണ്ടി വരും. ഒന്നാമത്തെ ഭയങ്കര ഓർമ്മക്കുറവാണ്. ഞാൻ ഇപ്പൊ പഠിച്ച് കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല ആ പോർഷൻ ഇല്ലാന്ന്. പിന്നെ ഒന്നും കൂടി ഇരുന്ന് വായിക്കണം. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഹിന്റ് വേർഡ് വെക്കും.
എന്തെങ്കിലും ഒരു ഹിന്റ് വേർഡ് വെച്ച് ഇപ്പം ഏതെങ്കിലും ഒരു വേർഡ് ആണെങ്കിൽ അതിന് ഒന്നെങ്കിൽ റൈമിംഗ് മൈക്രോ ബയോളജിക്ക് മൈക്രോ അവൻ. മിസ്സേ ഞങ്ങളുടെ ഇതൊക്കെ കേട്ട് പറഞ്ഞ മിസ് ചിരിക്കും. ഞാനൊന്ന് വേണമെങ്കിൽ ഒന്ന് പറയാട്ടോ മിസ്സേ. ഏതാ? വേണ്ട. പറഞ്ഞോ പറഞ്ഞോ. അവള് നന്നായി കഥ പറയും മിസ്സേ. ഞങ്ങൾ എങ്ങനെയാ പഠിക്കണ രാത്രി 11 മണി വരെ. ഭയങ്കര കോമഡിയാ, ഉറക്കൊന്നും വരില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല, പഠിക്കോ. ഒരാളെ പഠിപ്പിക്കാനേ ഇല്ലേ? ഫീ ഒക്കെ ഉണ്ടോ? ഫീ കൊടുക്കുന്നുണ്ടോ? ഫീ ഒക്കെ കൊടുക്കും. ഓക്കെ, ഞാൻ എന്റെ കുറച്ച് പോർഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരണ്ടേ? കുറച്ച് ഈസി ആക്കി തരാൻ ഞാൻ. നോ ഫീ, ഫ്രീ ആണ്. ഓക്കെ, എന്റെ പോർഷൻ ഞാൻ കുറച്ച് ഈസി ആക്കി തരാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കും, പെട്ടെന്ന് തീർത്താൽ പെട്ടെന്ന് പോവാം. ഓക്കെ, അല്ലെ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നേ ടൈം പോണത് അറിയില്ല. അതുകൊണ്ട് സമയം കളയണ്ട, ഫസ്റ്റ് തുടങ്ങാൻ നമുക്ക്. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റിന് മാത്രം ആൻസർ പറയാം. മലയാളത്തിലാണ്, ഇംഗ്ലീഷിലൊന്നും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല കേട്ടോ, മലയാളത്തിലാണ്. ഓക്കെ, അതൊക്കെ അത്രയും അറിയാണെങ്കിൽ നിങ്ങൾ ഓക്കെ, രക്ഷപ്പെട്ടു, സക്സസ്. ഓക്കെ, ഫ്രണ്ട് ഓഫീസർ. ഈ ഫ്രണ്ട് ഓഫീസർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നാം? എന്താണ്? ഒന്ന് ആധികാരികമായിട്ട് ഒന്നും ചിന്തിക്കേണ്ട, റിസപ്ഷൻ ആണ്. റിസപ്ഷനിൽ എന്തൊക്കെയാ നടക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കാം, അല്ലെ? ഇപ്പോ റിസപ്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്താണ്? കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം? കമ്മ്യൂണിക്കേഷൻ എസെൻഷ്യലി ആണ്, അല്ലെ? ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ ആവശ്യം? ഇംഗ്ലീഷ് പറയാം. അപ്പോ ഇംഗ്ലീഷ് പറഞ്ഞാ അപ്പൊ പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല, കഴിയട്ടെ. എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ ഇപ്പോഴത്തെ പറഞ്ഞതായിരുന്നു. ഓക്കെ, ഏത് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്? സൈലന്റ് ആണ്, പൊളൈറ്റ് ആണ്. ഓക്കെ, ദെൻ ഒരാൾ മാത്രം സംസാരിച്ചാൽ മതിയോ? അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കണം, ഞാൻ സംസാരിക്കാം? റിസപ്ഷനിസ്റ്റ് മാത്രമായിരിക്കും സംസാരിക്കേണ്ടത്, ബാക്കി ആരും അങ്ങനെയാണോ? വിദ്യ ഞാനൊന്നും പറയുന്നില്ല കേട്ടോ, വെറുതെ വിളിച്ചിട്ടുണ്ട്. ഫ്രണ്ട്ലി ആണ്, ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ടു വേ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലും നമ്മൾ പ്രസന്റ് ആയിരിക്കണം, പൊളൈറ്റ് ആയിരിക്കണം, അല്ലെ? അവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യണം, അല്ലെ? രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ കൺവേ ആകുള്ളൂ. അതായത് ഒരാള് മാത്രം സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? അത് റിസപ്ഷനിൽ നല്ല എവിടെയൊക്കെ തന്നെ. അപ്പോ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് മോസ്റ്റ്ലി നമ്മൾ ഫോളോ ചെയ്യേണ്ട എന്താണ് ആ ഒരു രീതി എന്ന് പറയുന്നത്, അല്ലെ? അതാണ് ഫ്രണ്ട് ഓഫീസിൽ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം. ഓക്കെ, പിന്നെന്താണ്? പ്രിൻസിപ്പൽസ് ആണ്. പ്രിൻസിപ്പൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാമോ? പറയുന്ന എന്താണ്? കസ്റ്റമർ, അല്ലെ? കസ്റ്റമർ എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാ വന്നേ? കസ്റ്റം എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് ഹാബിറ്റ് ആണ്. ഓക്കെ, കസ്റ്റം. പിന്നെ എന്താണ്? CRM-ലേക്ക് പോവാം. എന്നിട്ട് ക്വസ്റ്റ്യൻ കേട്ടാല്, ക്വസ്റ്റ്യൻ വായിച്ചാല് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എല്ലാവർക്കും, അല്ലെ? അങ്ങനെ അത്രയും ഇംഗ്ലീഷില് മോശമായവർ ആരും ഇല്ലല്ലോ ക്ലാസ്സില്, ഉണ്ടാവും? കുറവാണ്. ഓക്കെ, അത് മതി. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടും, സക്സസ്. ഓക്കെ, ഇനി CRM-ലേക്ക് വരാം. എന്താണ് CRM-ന്റെ മെയിൻ എയിം? എന്താണ് പേർപ്പസ്? എന്താണ് CRM? പറയൂ, CRM-ന്റെ പേർപ്പസ് എന്താണ്, അല്ലെങ്കിൽ എയിം എന്താണ്? CRM എന്തിനാണ് CRM? കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ്, മാനേജ് യുവർ ഡാറ്റാസ്. ഓക്കെ, എന്താണ്? മാനേജ് ആണ്, അല്ലെ? മാനേജ് ചെയ്യുക. എന്താ? പേഷ്യന്റ് റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഇൻഫർമേഷൻസ് സെക്യൂർ ആയിട്ട് വെക്കുക, അല്ലെ? ഇതാണ് CRM ചെയ്യുന്നത്. എല്ലാ ഡീറ്റെയിൽസും, പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഇൻഫർമേഷൻസ് എല്ലാം സെക്യൂർ ചെയ്യുക, മാനേജ് ചെയ്യുക, അല്ലെ? To manage complete database on patients and ഒരു relationship. Clear? Records manage ചെയ്യുക. പിന്നെ ഒരു കാര്യം, നമുക്കൊരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ അറിയാൻ പറ്റുമല്ലോ. 4 ഓപ്ഷൻസ് ഉണ്ടാവും.
ആ ഓപ്ഷൻസിലോ ഈ പറയുന്ന ഒരെണ്ണം മാത്രമേ ആൻസർ ആയിട്ടുള്ളൂ. ബാക്കി 3 ഓപ്ഷൻസ് നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. മേ ബി കോട്ടപ്പെട്ട് ആയിരിക്കും, മൈൻഡ് ചെയ്യണ്ട. ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അതിനൊക്കെ വരെ അത് മൈൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആ ആൻസറേ തെറ്റാണ്. മനസ്സിലായോ? അതിൽ ഒരെണ്ണം മാത്രമായിരിക്കുമല്ലോ കറക്റ്റ് ആൻസർ ഉണ്ടാവുള്ളൂ. അത് മാത്രം നോക്കാം. ബാക്കി ഒന്നും വായിച്ചു നോക്കിയില്ലെങ്കിലും ഏറ്റവും എനിക്ക് തോന്നുന്നൊരു കാര്യം, എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ എല്ലാ ഓപ്ഷനും വായിച്ചു നോക്കരുത് എന്ന് ഞാൻ പറയും. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ആൻസർ വരും, മനസ്സിൽ വരും. ആ ആൻസർ ഉണ്ടോ എന്ന് മാത്രം നോക്കാം. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ അതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ഉണ്ടോ എന്ന് മാത്രം നോക്കാം. അല്ലാതെ എല്ലാ ഓപ്ഷനും കൂടെ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും ഈ കൺഫ്യൂഷൻ ആണ്. മനസ്സിലായോ? അങ്ങനെ ഒന്ന് ചെയ്യൂ കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. അല്ലാതെ ഓപ്ഷൻസ് എല്ലാം വായിച്ചു നോക്കി ഉള്ള ആ ഒരു നമുക്ക് അറിയാവുന്ന ആൻസർ പോലെ ചിലപ്പോൾ മറന്നു. അങ്ങനെ ചെയ്യാം. ഓക്കെ, അതൊന്ന് ഫോളോ ചെയ്യൂ കേട്ടോ മെത്തേഡ്. അപ്പൊ ചെയ്യാറൊക്കെ എന്താണെന്നറിയാലോ. അങ്ങനെ ചെയ്യാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ ആദ്യം കയ്യിൽ നിന്ന് പോകുന്നേ വല്ലാത്തൊരു അവസ്ഥയാണ്. ഓക്കെ, പിന്നെ ഈ CRM നിങ്ങൾ പറഞ്ഞു, CRM നമ്മുടെ ഡാറ്റാസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഡാറ്റാസ് കീപ്പ് ചെയ്യുന്ന ഒരു എന്താണ് കൈൻഡ് ഓഫ് ഒരു സംഭവമാണ് അല്ലെ. കുട്ടികളെ ഞാൻ പറഞ്ഞ കാര്യമാക്കട്ടെ. ഇതില് വേണ്ടി ചിലപ്പോൾ കിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി ഇതിലൊക്കെ പറഞ്ഞു നിങ്ങള് പേഷ്യൻസിന്റെ ആണെന്ന് പറഞ്ഞു ഡാറ്റാസ് കീപ്പ് ചെയ്യുന്നത്. അത് എന്ത് തരം ഡാറ്റാസ് ആണ് ഈ പറയുന്ന CRM നമ്മുടെ ആ സോഫ്റ്റ്വെയർ കീപ്പ് ചെയ്യുന്ന ഏത് തരം ഡാറ്റാസ് ആണ് പേഷ്യൻസിന്റെ? എന്ത് തരം ഡാറ്റാസ് ആയിരിക്കും? പേഴ്സണൽ ഡാറ്റാസ് ആണ്. പേഷ്യൻസിന്റെയും മെഡിക്കൽ ഹിസ്റ്ററി ആണ് കേട്ടോ. മെഡിക്കൽ ഹിസ്റ്ററി ആണ് CRM സൂക്ഷിച്ചിരിക്കുന്നത് അല്ലെ. പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഇൻഫർമേഷൻസ് ആണ് കേട്ടോ ഹെൽത്ത് കെയർ CRM സോഫ്റ്റ്വെയർ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, മെഡിക്കൽ ഹിസ്റ്ററി നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ആണോ? ഫ്യൂച്ചർ റെഫറൻസ് ഉണ്ട്. നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്ത് മാത്രം പറയും. അറിയാലോ എന്തിനാണ് ഡാറ്റാസ് ഒക്കെ സൂക്ഷിക്കണം, എന്തിനാണ് ഇതിന്റെ നമുക്ക് എളുപ്പത്തിൽ എന്താണ് ആക്സസ് ചെയ്യാൻ പറ്റും. പേഷ്യന്റ് ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നാലും നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ. ടൈം സേവ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, ആ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അവരോട് നമുക്ക് സംസാരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണ്. കുറവായിരിക്കും. ഇതൊക്കെ എന്താണ് എന്റെ അഡ്വാൻറ്റേജസ് ആണ്. ക്ലിയർ? ഓക്കെ, മനസ്സിലായോ? സലീന മ്യൂട്ട് ചെയ്യൂട്ടോ. ഓക്കെ, ക്ലിയർ? വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പറ്റുവാണെങ്കിൽ എക്സാമിന് പോകുന്നതിന് മുൻപ് ക്ലാസ് ഒന്നുകൂടെ കണ്ടിട്ട് പോകാം. ഓക്കെ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ക്ലിയർ? ഇനി അടുത്ത ചാപ്റ്റർ ഏതായിരുന്നു? ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ നടക്കുന്ന സംഭവം എന്തൊക്കെയാണ് അറിയാലോ? ഓപ്പറേഷൻ തിയേറ്റർ എന്തിനായിട്ട് യൂസ് ചെയ്യുന്ന അറിയാലോ അല്ലെ? സർജറി ചെയ്യാനാണ്. ഓക്കെ,
അതിൽ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്. ഉണ്ടോ? ഉണ്ടല്ലോ. സർജറി ചെയ്യാനാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർജറി ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാലോ. ഏതൊക്കെയാണ്? മോഡുലാർ OT, ഇന്റഗ്രേറ്റഡ് OT, ഹൈബ്രിഡ് OT, അല്ലെ? ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് OTs. ഇതിൽ തന്നെ ഈ കീ ഫീച്ചേഴ്സ് ഒക്കെ നോക്കി വെക്കാം കേട്ടോ. ഈ പറയുന്ന ഓരോ ഓപ്പറേഷൻ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതിന്റെ കീ ഫീച്ചേഴ്സ് ഒക്കെ നോക്കി വെക്കാം. മനസ്സിലാവുന്നുണ്ടോ? നന്നായിട്ട് വായിച്ചു നോക്കാം. ഈ കീ ഫീച്ചേഴ്സ് നന്നായിട്ട് വായിച്ചു. ഈ 3 എണ്ണത്തിന്റെ വായിച്ചു നോക്കാം. വായിച്ചാൽ തന്നെ കുറെയൊക്കെ മനസ്സിലാവും. ഓക്കെ, നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. മോഡുലാർ OT എന്ന് പറയുന്നത് എന്താ? ഓപ്പറേഷൻ തിയേറ്റർ കുറച്ചുകൂടെ എന്താണ് അഡ്വാൻസ്ഡ് ആയിരിക്കും അല്ലെ? പിന്നെ എന്തൊക്കെയാണ്? അപ്പൊ ഈ കീ ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയപ്പോ അതില് ചിലപ്പോ ഇങ്ങനെ ചോദിക്കാം, മോഡുലാർ OTയിൽ വരുന്ന ഏതെങ്കിലും ഒരു കീ ഫീച്ചേഴ്സ് ഏതാണ്, അല്ലെങ്കിൽ കീ ഫീച്ചർ ഏതാണ് എന്ന് ചോദിക്കാം. അപ്പൊ 4 ഓപ്ഷൻസ് തരുന്നതിന് അതിൽ ഒരെണ്ണം ഈ പറയുന്ന മോഡുലാർ OTയുടെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? കീ ഫീച്ചേഴ്സ് നോക്കി വെച്ചിരിക്കണം. മാം പ്രൊട്ടക്റ്റീവ് സോൺ ഒക്കെ ഇല്ലേ? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ ഒക്കെ ഉണ്ടല്ലോ, അതാ ചോദിക്കുവോ ഓപ്പറേഷൻ തിയേറ്ററിൽ? അത് പ്രൊട്ടക്റ്റീവ് സോൺ ആ ബോക്സ് വരുന്നുണ്ടല്ലോ, അത് ഇമ്പോർട്ടന്റ് ഉണ്ടോ? ഹരിത ഞാൻ പറയുന്നത് മാത്രം പറയുന്നത് മാത്രം ശ്രദ്ധിക്കാം. ഞാൻ പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയുന്ന പോർഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അൺമ്യൂട്ട് ചെയ്യില്ല കേട്ടോ, എക്കോ വരുന്നുണ്ടേ. ഓക്കെ, ഞാൻ സംസാരിക്കുമ്പോൾ ആരും അൺമ്യൂട്ട് ചെയ്യരുതേ, അല്ലെങ്കിൽ ഞാൻ അൺമ്യൂട്ട് കൊടുക്കും കേട്ടല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്ന മാത്രം ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന മാത്രം നോട്ട് ചെയ്ത് വെക്കുക, ഞാൻ പറയുന്ന മാത്രം പഠിക്കുക. ഇത്രയും കാര്യങ്ങളെ പറയുള്ളൂ. നിങ്ങളൊന്നും ചോദിക്കരുത്, ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പോ ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ കീ വേർഡ്സ് അല്ലെങ്കിൽ കീ ഫീച്ചേഴ്സ് നോക്കി വെക്കാം. ഇനിയിപ്പോ ഇന്റഗ്രേറ്റഡ് OT എന്താണ്? ഒരു ലിങ്കിങ് OT എൻവിറോൺമെന്റ് ആണ്. അതിൽ ഇപ്പോ ടെക്സ്റ്റ് ഇല്ലാത്ത ഒന്നും ചോദിക്കില്ല കേട്ടോ. പുറത്തുനിന്ന് ചിലപ്പോ നിങ്ങൾ ഉദ്ദേശിക്കും ഫങ്ഷണൽ ലിങ്കിങ് ആണ്. ഒരു സെന്റൻസ് ഇപ്പോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ടെക്സ്റ്റിലെ സെയിം സെന്റൻസ് തന്നെയൊക്കെ ആയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോ ഈ 3ന്റെയും കീ ഫീച്ചേഴ്സ് നോക്കാം. ഞാൻ പറഞ്ഞൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ? ഇനി നിങ്ങൾ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ സർജറീസ് ഉണ്ട് അല്ലെ? എങ്ങനത്തെ സർജറീസ് ആണ് ചെയ്യുക ഓപ്പറേഷൻ തിയേറ്ററിൽ പൊതുവെ? അല്ലെങ്കിൽ എത്ര ടൈപ്സ് സർജറീസ് ഉണ്ട്? സി സെഷൻ ഉണ്ട്, കീ ഹോൾ സർജറി ഉണ്ട്. അതില് ഇപ്പോ നമ്മൾ നോർമലി നമ്മുടെ എന്താണ് ബോഡി പാർട്സിനെ കട്ട് ചെയ്ത് ചെയ്യുന്ന സർജറി അല്ലെ? ആ കൈൻഡ് ഓഫ് സർജറി ഉണ്ട്, കീ ഹോൾ സർജറി ഉണ്ട്. ഇത് രണ്ടിനും ഡിഫറൻസ് അറിയാലോ. എന്താണ് കീ ഹോൾ സർജറി? എന്താണ്? വാട്ട് ഈസ് എ കീ ഹോൾ സർജറി? എന്തായിരിക്കും? ചെറിയൊരു ഇൻവാസീവ് പ്രൊസീജിയർ ആണ് അല്ലെ? കാരണം അതിന്റെ മുറിവ് എപ്പോഴും ചെറുതായിരിക്കും. ഒരു മൈനർ സർജറി ഉണ്ട്. മൈനർ സർജറി മീൻസ് അതിന്റെ കുറച്ചുകൂടെ പറയുന്ന എന്താണ്, അത്രയും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് പുറമേയുള്ള ഇഞ്ചുറി വളരെ ചെറുതായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു മിനിമൽ ഇൻവാസീവ് പ്രൊസീജിയർ ആണ് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു മിനിമൽ ഇൻവാസീവ് സർജറി ആണെന്ന് പറയാം. മിനിമൽ ആണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇനി മറ്റേ സബ്ജക്ട് ചോദിക്കുകയാണെങ്കിൽ അറിയാമല്ലോ നിങ്ങൾക്ക് അല്ലെ? അപ്പൊ രണ്ടിനും ഡിഫറൻസ് പഠിച്ചു വെക്കുക. സർജറി ഒന്ന് നോക്കി വെക്കാം. Slightly invasive surgery അല്ലെങ്കിൽ minimally invasive surgery, രണ്ട് സെയിം മീനിങ് തന്നെയാണ് ഉണ്ടാവുക.
ഇതൊരു ഇൻവേസീവ് ആണ്. ഓക്കെ. ദെൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രിവെന്റ് ചെയ്യാനുള്ളത്. എന്തൊക്കെയാണ് പ്രിവെൻഷൻ? എന്തൊക്കെയാണ് എന്തൊക്കെ പ്രിവെൻഷൻ ആയിരിക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യേണ്ടത്? ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ പറയുന്ന പോലെ ഗ്ലൗസും ഒക്കെ യൂസ് ചെയ്യണം അല്ലെ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വാഷ് യുവർ ഹാൻഡ്സ്, ലാറ്റക്സ് പ്രൊഡക്ട്സ്, എല്ലാം അറിയാനുണ്ട്. ഇതിൽ പെടാത്ത ഒരെണ്ണം തരും കേട്ടോ. ചിലപ്പോ ഇതുമായി ബന്ധപ്പെടാത്ത ഓപ്പോസിറ്റ് കാര്യങ്ങൾ തന്നിട്ട് ഒരെണ്ണം കറക്റ്റ് ആയിട്ടും പറയും. സോ നന്നായിട്ട് വായിച്ചോളൂ. ഓക്കെ, ക്ലിയർ? നന്നായിട്ട് വായിച്ചു നോക്കാം. വായിച്ചു നോക്കി ആൻസർ ചെയ്യും. പ്രിവെൻഷൻ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയൊക്കെയാണ് എന്താ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ഏതാണ്? വെന്റിലേറ്റർ. ഓക്കെ, വെന്റിലേറ്റർ. പിന്നെ എന്തിനാണ് വെന്റിലേറ്റർ നമ്മൾ എങ്ങനെയാ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത് അറിയാം? ലങ്സ് പ്രോബ്ലംസിനാണ് അല്ലെ? ലങ്സ് ഇഷ്യൂസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് ഡിസീസ് വരുമ്പോഴാണ് നമ്മൾ വെന്റിലേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ശ്വാസകോശ സംബന്ധമായി വരുന്ന ഏതൊരു അസുഖത്തിന് നമുക്ക് വെന്റിലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ശ്വാസകോശ സംബന്ധമായ വരുന്ന അസുഖങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, ക്ലിയർ? പിന്നെന്താണ്? ആസ്മ, ന്യൂമോണിയ, അല്ലല്ലോ. പിന്നെ ഈ എയർവേസ് ഒന്ന് നോക്കി വെക്കണേ. ഈ എയർവേസ് സ്ട്രോക്ക് വരുമ്പോ അല്ലാതെ അല്ലെ പലതരം കാര്യങ്ങൾ, അതും ഇപ്പൊ ബ്രീതിങ് ഇഷ്യൂസ് ആയിട്ട് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് വെന്റിലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് എന്ത് തരം രോഗങ്ങളാണെന്ന് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അത് ഓക്കെയാണ്. ഇനി ഈ പറയുന്ന എയർവേ, ഈ എയർവേസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ആ മെഡിക്കൽ നെയിമും അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇപ്പോ ഇങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പറയാം. ഇപ്പൊ ഏത് പാർട്ടാണ് ത്രോട്ട് എന്ന് പറയുന്നത് ഒരു എയർവേയുടെ ഏത് പാർട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് വേണമെങ്കിൽ തരാം. ഇപ്പൊ എന്തൊക്കെയാണ് ട്രാക്കിയ, ബ്രോങ്കൈ, ഫാനിക്സ് എന്നൊക്കെ പറയാൻ കുറച്ച് ഓപ്ഷൻസ് വരും. ഇത് ഏതായിരിക്കും ത്രോട്ടിന് വരാം? ഫാനിക്സ് ആണ് അല്ലെ? യെസ്. അപ്പൊ അത് പഠിക്കാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ട്രാക്കിയ എന്താണ്? വിൻ പൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ അത് പഠിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം പഠിച്ചു വയ്ക്കും. പിന്നെന്താണ്? ഇപ്പൊ നിങ്ങൾ ഒരുപാട് അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ? നമുക്ക് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് തന്നെ അസുഖങ്ങൾ വരണമെന്നുണ്ടോ? വേണോ? ഉണ്ടല്ലോ അല്ലെ? ബ്രീത്തിങ്, നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരുമ്പോഴാണോ? അല്ല, പലതരം ഇൻഫെക്ഷൻസിലൂടെയും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്ലഡിലൂടെ വരുന്ന ഇൻഫെക്ഷൻ എന്തായിരിക്കും? ബ്ലഡിലൂടെ വരുന്നൊരു അസുഖം ഉണ്ടല്ലോ, ഏതായിരിക്കും? അങ്ങനെ ആ അസുഖം വരുമ്പോ നമുക്ക് പറയുന്ന ഇഷ്യൂ ഉണ്ടാവും. ബ്ലഡ് ക്ലോട്ട്. ഓക്കെ, അല്ലാതെ പറയുന്ന ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് സെപ്സിസ്. ഓക്കെ, സോ നോട്ട് ഇറ്റ് സെപ്സിസ്. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാം അറിയാം. എന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെന്നോ? ഞാൻ വിശ്വസിക്കില്ലാന്നോ? നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വരണോ? വേണ്ടി വരാൻ ചാൻസ് ഇല്ലേ? ഓക്കെ, വരും. അത്രയേ ഉള്ളൂ കേട്ടോ. എനിക്ക് മോഡ്യൂള് വേണമെങ്കിൽ അത്രയേ ഉള്ളൂ ചാപ്റ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എഗെയിൻ ചോദിക്കരുത്, ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഒന്നില്ലെങ്കിൽ റെക്കോ ക്ലാസ് കാണാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം. വീണ്ടും ചോദിക്കരുത്. ഇത്രയാണ് എന്ത് മൊഡ്യൂൾ 1. ക്ലിയർ ആയല്ലോ? വേറൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോളൂ നിങ്ങളോട്. എല്ലാ ടീച്ചേഴ്സും പൊതുവെ റിവിഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ചാപ്റ്റേഴ്സ് പറഞ്ഞു തരാനാണ് ചെയ്യാം, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോർഷൻസ് പറഞ്ഞുതരോ? പറയൂ മിസ്സേ. കുറച്ച് മുന്നേ പറഞ്ഞോട്ടെ. കുറച്ച് മുന്നേ മറ്റേ അശ്വതി മിസ് എടുത്തിരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാല് ജസ്റ്റ് പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു. എന്നതിന് ശേഷം ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നു. അപ്പൊ ഞങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതുകയാണ് ചെയ്തത്. എന്നിട്ട് ടീച്ചർ എത്ര മാർക്ക് കിട്ടിയെന്ന് അവസാനം ഓരോരുത്തരോടും ഇങ്ങനെ ചോദിക്കണ പോലെയായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻസർ അപ്പൊ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ മിൽറോസ് മിസ് പിന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. ഒരു എന്താ അരിപ്പ് വെച്ചിട്ട് നമ്മൾ ചരിച്ചു പറഞ്ഞ പോലില്ലേ, അതിൻ്റെ ഇടയിൽ വല്ലതും വരേണ്ടി പറഞ്ഞാൽ അതുപോലെ നോട്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാൻ പറ്റും. ജസ്റ്റ് ഒരു പേജിൽ തന്നെ 100ഓളം ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അങ്ങനെയാണ് മിൽറോസ് മിസ്. പക്ഷെ സൂപ്പറാ. ഓക്കെ, ഓരോരുത്തരും ഓരോ മെത്തേഡാണ് കേട്ടോ. നിങ്ങൾ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കും, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ക്ലാസ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കും, ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇനി ഞാൻ പറയുന്നു ക്വസ്റ്റ്യൻ തരണം. ഓക്കെ, ക്ലിയർ? ഇത്രയും കാര്യം ഓക്കെയാണോ? മനസ്സിലായോ? ഇത് മതി. കത്തേണ്ടവർക്കൊക്കെ കത്തുന്നെന്ന് തോന്നുന്നു. ഇനി മോഡ്യൂൾ 2 നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? ഇപ്പൊ തന്നെ തീരും. ഇനി ഞാൻ അടുത്ത ക്ലാസ് ഞാൻ എത്തി വന്നിരിക്കുക, ചുമ്മാ വന്നിരിക്കേണ്ടി വരും. ഒന്നും എനിക്ക് എടുക്കാനില്ല. ഇന്നത്തെ ഈ ഇമ്പോർട്ടന്റ് പോർഷൻ കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാനില്ല. റിവിഷന്റെ ആവശ്യമൊന്നുമില്ല. എന്താ ചെയ്യണ്ടേ? നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? വേണ്ട മിസ്സേ, ഇപ്പൊ പറഞ്ഞു. മിസ്സേ ഇപ്പൊ ഇമ്പോർട്ടൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഡേ ഫുൾ ഓടിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അപ്പൊ എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനൊന്നും ചെയ്യില്ല. അതൊരു കാര്യം ചെയ്യാം, ഞാനത് ക്വസ്റ്റ്യനോട് പറഞ്ഞുതരാന്നേ. നിങ്ങൾ പഠിച്ചോ? പഠിക്കേണ്ടി വരില്ലല്ലോ, ആൻസർ മാത്രം. അല്ല, പറഞ്ഞു തരാനല്ല, ഇതിപ്പോ ഞങ്ങൾ ഗസ് ആയിട്ട് കുറച്ച് വാക്കുകൾ അങ്ങ് ചുമ്മാ കറക്റ്റ് വേർഡ് അല്ലല്ലോ പറഞ്ഞത്. ഇതിപ്പോ ഞങ്ങൾ ഇത് റിവിഷൻ കൂടി ചെയ്ത് വരുമ്പോൾ മിസ് ലാസ്റ്റ് ഡേ വന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എളുപ്പമല്ല ആൻസർ ചെയ്യാൻ. ആ ടേംസ് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ പറയുമല്ലോ. ഞാനിപ്പോ എടുത്ത ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ റിവിഷൻ ചെയ്യണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞ പോർഷൻസ് മാത്രം ജസ്റ്റ് പഠിക്കും. അത് മാത്രം റിവിഷൻ ചെയ്യരുത് കേട്ടോ. എന്റെ ചാപ്റ്റേഴ്സ് ഒന്നും ഇനി റിവിഷൻ ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് മാത്രം പഠിക്കും. ഓക്കെ, തിരിച്ചു മറിച്ചിട്ട് കൊളാക്കരുത്. ഡയറക്റ്റ് ആയിട്ട് പറയും, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പലതും. അതുകൊണ്ട് പറഞ്ഞത് മാത്രം പഠിക്കുക. ഈ റെക്കോ ക്ലാസ് ഒന്നുകൂടെ കേൾക്കാം. ചാപ്റ്റർ വേണമെങ്കിൽ എന്റെ റെക്കോ ക്ലാസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്ത് അങ്ങോട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നൊക്കെ അറിയാലോ അല്ലേ? എക്സാമിനെ കുറിച്ച് ഐഡിയ കിട്ടില്ലേ? ഉണ്ടോ?
ഒന്നും മിണ്ടുന്നില്ലല്ലോ. പോയെല്ലാവരും. എക്സാം ആദ്യമായിട്ടല്ലേ എഴുതുന്നത്, അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ട്. ഓഗസ്റ്റ് എങ്ങനെയാണോ അതാണ് എക്സാം. ഓക്കെ, ഇനി എന്താണ് ഡയറ്ററി സർവീസ്? എന്താണ് ഡയറ്റീഷ്യൻ എന്താ ചെയ്യുന്നേ? ഒരു ഡയറ്റീഷ്യൻ എന്തൊക്കെയാ ചെയ്യാ? എന്താ ചെയ്യുന്നേ? ടെക്സ്റ്റ് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ ചെയ്യുന്ന എന്താ? A dietitian is the one who manages the preparation of therapeutic or other diets for individuals or groups in hospitals, institutions, and or establishment of care. ഇതൊക്കെയാണ് എന്ത് ടെക്സ്റ്റിൽ പറയുന്ന ഡയറ്റീഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ പറയാം. അല്ലാതെ എന്താണ് ഡയറ്റീഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോ ടെക്സ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും വരാം. അതുപോലെ തന്നെ ആൻസർ വരുന്നത് ഡയറ്റീഷ്യൻ ചെയ്യുന്ന ഒരു എന്താണ് ഡയറ്റീഷ്യൻ എന്നുള്ളത്, അതായിരിക്കും ഒരു ഓപ്ഷൻ. അല്ലാതെ ബാക്കി മൂന്നെണ്ണോ ഞാൻ പറഞ്ഞ പോലെ ഒരു ബന്ധവും ഇല്ലാതായിരിക്കും. ഓക്കെ, അങ്ങനെയും അതായത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കാട്ടോ. ഒരു ക്വസ്റ്റ്യൻ തരുമ്പോ എല്ലാ ടീച്ചേഴ്സിന്റെ അങ്ങനെ തന്നെ ആയിരിക്കും. അത് ട്രിക്കാണേ, നോട്ട് ചെയ്ത്. അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സാമിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസർ ഡയറക്ട്ലി അതിലുണ്ടാവും. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. കാരണം ബാക്കി മൂന്ന് ഓപ്ഷന് പൊട്ടത്തിലായിരിക്കും, അതുമായി ബന്ധപ്പെടാത്ത പല കാര്യങ്ങളായിരിക്കും. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ, ഡയറക്ട്ലി ആ ക്വസ്റ്റിന്റെ ആൻസർ അവിടെ തന്നെ ഉണ്ട്. ക്ലവർ ആയിട്ട് ചിന്തിക്കൂ. അതായത് നിങ്ങൾ ഈ ടെൻഷൻ അടിച്ചൊക്കെ പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, റിലാക്സ് ചെയ്ത് എക്സാം എഴുതും. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറയുന്നത് ഏറ്റവും എങ്ങനെ എത്രത്തോളം എക്സാം സിമ്പിൾ ആക്കാൻ പറ്റും ആ രീതിയിലൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഉണ്ടായിരുന്നോ കുറച്ച് മുന്നേ എന്ന് പറയുമ്പോ എന്റെ ക്ലാസ്സിലാണോ അല്ലെങ്കിൽ ഇതിന് മുന്നേ വന്ന ക്ലാസ്സിലായിരുന്നോ? പിന്നെ എന്റെ ക്ലാസ്സിലാണോ? അശ്വതി മിസ് ക്ലാസ്സിലാണോ? ഓക്കെ, ചോദിക്കുന്നില്ല. എന്തായാലും ജസ്റ്റ് എന്തായാലും ഷോ അങ്ങനെ പറയുന്നത് എന്തായാലും കേൾക്കാനുള്ള ആഗ്രഹമുണ്ടോ? പറയാൻ പറ്റോ? വേണ്ട, പറയാൻ പറ്റുന്നതാണോ? മിസ്സേ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ്, വാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇല്ലായിരുന്നു. പക്ഷെ അത് നമ്മള് അത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആൻസർ ചെയ്യായിരുന്ന അങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരുന്നു അത്. ടെക്സ്റ്റില് ഓപ്ഷൻസ് തന്നതിനകത്ത് അതില്ലായിരുന്നു, അങ്ങനത്തെ ഒരു ഓപ്ഷൻ അതിനകത്ത് ഇല്ലായിരുന്നു. അതിനകത്ത് പെടുന്നതല്ല, ഒരു ക്ലിനിക്കൽ ഏരിയനകത്ത് പെടുന്ന അല്ലായിരുന്നു ഈ വാർഡ് എന്ന് പറയുന്നത്. അത് ഇൻഡയറക്റ്റ് ആയിരുന്നു. എനിക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോയി, കോറിഡോർ ആണോ വാർഡ് ആണോ വരുന്നതെന്ന് പറഞ്ഞ് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ ഒന്നും കൂടി ഓപ്ഷൻസ് കേട്ടപ്പോഴാണ് മനസ്സിലായത് വാർഡ് ആയിരുന്നു എന്നുള്ളത്. എനിക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ആയില്ലായിരുന്നു. അത്രയേ ഉള്ളൂ. ഡയറക്റ്റ്ലി ഇവിടെ ആൻസർ കിടപ്പുണ്ട്, നിങ്ങളത് സൂക്ഷിച്ചു നോക്കാതെ തന്നെയാണ്. എല്ലാ മോക്ക് ടെസ്റ്റും നിങ്ങൾ എടുത്തു നോക്കോ, എടുത്തു നോക്കോളൂ. എല്ലാ മോക്ക് ടെസ്റ്റ് നിങ്ങൾ നോക്കി അങ്ങനെ ഒരു കാര്യം കാണാൻ പറ്റും. ഓക്കെ, അത് സത്യം മിസ്സേ. സത്യം പറഞ്ഞാൽ ആദ്യത്തെ 3-4 ക്ലാസ് ഞാൻ ഇത് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ എനിക്ക് മിസ്സായിരുന്നു. അതൊക്കെ ഞാൻ മോക്ക് അറ്റൻഡ് ചെയ്ത് ജസ്റ്റ് ഒരു ഗസ്സില്ല, പക്ഷെ അതൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയുന്നില്ല. ഓക്കെ, അപ്പോ ഡയറ്റീഷ്യൻ എന്താണെന്ന് അറിയാലോ അല്ലെ? ഞാൻ പറഞ്ഞു ഡയറ്റീഷ്യൻ എന്താണെന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് അതിന്റെ ഡയറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഒരു ഡയറ്റ് മാനേജ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാലോ. ഓൾറെഡി നമുക്ക് കോമൺ സെൻസ് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മൾ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കുക കുറെ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡയറ്റ്സ് ഉണ്ട് അല്ലെ? കാർഡിയക് ഡയറ്റ്, റെനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്. ഇതെല്ലാം ആർക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? അറിയാലോ അല്ലേ? കാർഡിയാക് ഡയറ്റ് ആർക്കാ റെക്കമെൻഡ് ചെയ്യുക? ഏത് പേഷ്യൻസിനാ റെക്കമെൻഡ് ചെയ്യാം? റെനൽ ഡയറ്റ് ആർക്കാ റെക്കമെൻഡ് ചെയ്യാം? കിഡ്നി ഫെയിലിയർ ആയവർക്ക്, കാർഡിയാക് ഹാർട്ട് ആണ്, ലോ സോഡിയോ ഓൾറെഡി അറിയാലോ. സോ പഠിക്കാം. ഓക്കെ, പിന്നെന്താണ്?
ഒരു നമ്മള് പ്രോപ്പർ ആയിട്ട് ഒരു മീൽ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തെങ്കിലും ഒരു അസുഖം ഉള്ളത് കൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കാം മേ ബി, അല്ലെ? ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ പറയുന്ന ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ഹെൽത്തി ലൈഫിന് വേണ്ടിയായിരിക്കും. അതുപോലെ തന്നെ ഒരു അസുഖം വന്നത് കൊണ്ട് തന്നെ നമ്മളത് ആ ഒരു അസുഖം കൂടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു ഡയറ്റ് ആയിരിക്കും. അല്ലാതെ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും വണ്ണം കൂട്ടാനാണോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഭയങ്കര തടിയാവാനാണോ? അല്ല, അല്ലേ? വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുക. പിന്നെ പറയുന്ന ഓരോ ഡയറ്റ്സ് ഉണ്ട്, ഇപ്പൊ ന്യൂട്രീഷൻ ഡയറ്റ്സ്, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂട്രീഷ്യസ് ഡയറ്റ്സ് നമ്മള് കൊടുക്കുന്നത് എന്തിനാണ്? കൂടുതലും കുറച്ചുകൂടി എന്താണ്, അത്യാവശ്യം ഹെൽത്തി എമൗണ്ട്സ് ന്യൂട്രീഷ്യൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ആ അത്രയും ന്യൂട്രീഷ്യൻസ് ആ ഡയറ്റിൽ ഉണ്ടാകും, ഇൻക്ലൂഡഡ് ആയിരിക്കും. അതാണ് എന്ത് ന്യൂട്രീഷ്യസ് ഡയറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ പ്രോട്ടീൻ ഡയറ്റ് ആണെങ്കിലോ അതിൽ കൂടുതൽ പ്രോട്ടീൻസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഓരോ ഓരോ ഡിഫറെന്റ് ഡയറ്റ്സ് ഉണ്ടല്ലോ. ലോ ഫാറ്റ് ഡയറ്റ് ഉണ്ടാകും, അല്ലെ? അത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ ഓപ്ഷൻസ് ഒക്കെ നന്നായിട്ട് വായിച്ചു നോക്കാൻ അനുസരിച്ച്. അപ്പൊ ഡയറ്റ് ഇത്രയൊക്കെ ഉള്ളൂ. മെയിൻ ആയിട്ട് നമ്മുടെ സെൻസ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഈസിയാണ്. ഓക്കെ, ദെൻ പിന്നെ ഏതാണ് ചാപ്റ്റർ? ഡയാലിസിസ് ആണ്. ഡയാലിസിസ് എന്താണ് അറിയാലോ? വാട്ട് ഈസ് ഡയാലിസിസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? പറയൂ. ഒരു കിഡ്നി ഫെയിലർ ആയ ഒരു പേഷ്യന്റിന്, അല്ലെ, കിഡ്നി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്രിമമായി ചെയ്യുന്നതാണ് എന്ത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്യൂരിഫൈങ് ബ്ലഡ്, റിമൂവിങ് വേസ്റ്റ്, പ്യൂരിഫൈങ് ബ്ലഡ്, അല്ലെ? എന്താണ്? ഇതാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മള് നോർമലി അല്ലെങ്കിൽ യൂഷ്വലി അല്ലെങ്കിൽ കോമൺലി ചെയ്യുന്ന ഡയാലിസിസ് ഏതാണ്? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡയാലിസിസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കോമൺലി ചെയ്യുന്ന ഒരു ഡയാലിസിസ് എന്താണ്? ഫെമിലിയർ ആയത് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഡയാലിസിസ് ഏതാണ്? ഹീമോ ഡയാലിസിസ് ആണ്. അതിൽ തന്നെ എന്തൊക്കെയാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ചെയ്യേണ്ട രീതികളുണ്ട്, അല്ലെ? AB ഗ്രാഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ AB ഫിസ്റ്റുല ചെയ്യുന്നുണ്ട്. അതിനെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ പറയുന്നത് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ കോമൺലി എല്ലാവർക്കും ചെയ്തു വരുന്നത് കണ്ടുവരുന്നത് ഈ പറയുന്ന ഹീമോ ഡയാലിസിസ് ആണ്. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മള് ഡയാലിസിസ് ചെയ്യുമ്പോ നമ്മള് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ലിക്വിഡ് ഉണ്ട്. അതെന്താണത്? ലിക്വിഡിന്റെ പേരറിയോ നിങ്ങൾക്ക്? ഡയാലിസിസ്. ആ ലിക്വിഡിന്റെ പേരാണ് കേട്ടോ ഡയാലിസിസ്. ഫിസ്റ്റുല ആര്യാണ്. ഓക്കെ, അപ്പോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡയാലിസിസ് ഉണ്ട്. ഹീമോ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, then CRRT ഫുൾ ഫോം എന്താണ് അറിയാലോ? CRRT stands for continuous renal replacement therapy. Okay, continuous renal replacement therapy. അപ്പോ കോമൺലി ചെയ്തു വരുന്നത് ഹീമോ ഡയാലിസിസ് ആണ്. നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഏതാണ്? ഡയാലിസിസ് ആണ്. then പിന്നെന്താ പറഞ്ഞേ? ഫുൾ ഫോം അല്ലെ? CRRT ഫുൾ ഫോം എന്താണ്? Continuous renal replacement therapy. Okay, then ഈ പറയുന്ന ഡയാലിസിസ് സെന്റർ എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? അറിയൂ. ഔട്ട് പേഷ്യന്റ് മാത്രമാണോ അല്ലെങ്കിൽ ഇൻ പേഷ്യന്റ് മാത്രമാണോ അല്ലെങ്കിൽ ആർക്കും അല്ല? എന്തായാലും റെനൽ ഫെയിലിയർ വന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡയാലിസിസ് സെന്റർ. ഓക്കെ ആണ്. അത് അല്ലെങ്കിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ള സെന്റർ കൂടിയാണെന്ന് പറയാം. ഇനിയിപ്പോ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇൻ പേഷ്യന്റ് ആണോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആണോ? ആർക്കും അല്ല, ഇങ്ങനെയാണ് ബോത്ത് ആണല്ലേ? ഇൻ പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ബോത്ത്, രണ്ടു പേർക്കുമാണ്. ഓക്കെ,
ഇതൊക്കെയാണ് ഡയാലിസിസിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? ലാസ്റ്റ് വൺ I think ambulance. Okay, ambulance എന്താണ്? ആംബുലൻസ് എന്താണെന്നൊക്കെ അറിയാലോ. ഈ ആംബുലൻസ് എന്ന് പറയുന്ന പേര് എവിടുന്നാ വന്നേ? അത് പറയൂ. ആംബുലർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് വന്നത്. ഓക്കെ, പക്ഷേ ഈ ആംബുലർ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? What's the meaning of the word ambular? To walk or move about. To walk or move about. Okay. ഇതിൽ തന്നെ different types of ambulance ഉണ്ട് അല്ലെ? എമർജൻസി ആംബുലൻസ് എന്താണ്? പറയുന്ന ഒരുപാട് ആംബുലൻസ് ഉണ്ട് അല്ലെ? എമർജൻസി ആംബുലൻസ് ഉണ്ട്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഉണ്ട്, അതുപോലെ തന്നെ ആംബുലൻസ് ബസ് ഉണ്ട്, ചാരിറ്റി ഉണ്ട്, എവാക്യുവേറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഇതില് ഓരോ ആംബുലൻസും എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അറിയാലോ. എമർജൻസി എന്താണ്? പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ് അല്ലെ? പേഷ്യന്റിന് പെട്ടെന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആംബുലൻസ്, എമർജൻസി ആംബുലൻസ്. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസോ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്, അത് പ്രത്യേകിച്ച് അർജന്റ് ഒന്നും ആയിരിക്കില്ല അല്ലെ? ദെൻ ആംബുലൻസ് ബസ് എന്താണ്? ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ നമ്പർ ഓഫ് പേഷ്യൻസ് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ പറയുന്ന ആംബുലൻസ് ബസ് ആവശ്യം. ദെൻ ചാരിറ്റി ആംബുലൻസ്, ചാരിറ്റി വോക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചാരിറ്റി ഈ പറയുന്ന ഒരുപാട് സിലി ചിൽഡ്രൻ, അതുപോലെ തന്നെ തിക് ചിൽഡ്രൻ, അതുപോലെ തീരെ വയ്യാതെ അല്ലെ, തീരെ വയ്യാതെ കിടക്കുന്ന അഡൾട്ട്സ് ആയവർക്കും അതുപോലെ തന്നെ ഫ്രീ സർവീസും കൂടിയാണ്. സോ ചാരിറ്റി അറിയാലോ, ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. സോ അതാണ് എന്റെ ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ബാരിയാട്രിക് ആംബുലൻസ്? എന്താണ്? ഓവർവെയ്റ്റഡ് ആയ പേഷ്യൻസിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഓവർവെയ്റ്റഡ് ആയ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്യാട്ടോ. ദെൻ റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, ഓർഗൻസ് അല്ലെ, ഓർഗൻസ് റിക്കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആംബുലൻസ് ആണ് റാപ്പിഡ് റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. ദെൻ സൈക്യാട്രിക് അറിയാം അല്ലെ? അപ്പൊ ഇത്രയും ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇതൊന്നും നിങ്ങൾ റിവിഷൻ ചെയ്യണ്ട, പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ എന്ത് തരം ആംബുലൻസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ന്. പിന്നെ നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും കേട്ടോ. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ എന്റെ പോർഷൻസ് എടുക്കണ്ട, റിവിഷൻ ചെയ്യേ വേണ്ട. ഓക്കെ, കൊച്ചാണെങ്കിൽ എന്റെ ക്ലാസ് ഒന്ന് കണ്ടാൽ മാത്രം മതി. വീണ്ടും വീണ്ടും ഞാൻ പറയാം, എന്റെ ക്ലാസ് കണ്ടാൽ മാത്രം മതി, റിവിഷൻ ചെയ്യണ്ട. ചെയ്ത് കഴിഞ്ഞാ നീ ഒട്ടും ചെയ്യണ്ട. ഓക്കെ, ഇനി എന്താണ് ടൈപ്പ് എ ബി എന്നൊക്കെ പറയുന്ന കുറച്ച് ആംബുലൻസ് ഉണ്ട് അല്ലെ? ടൈപ്പ് എ ബി സി ഡി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പരീക്ഷയ്ക്ക് കേട്ടോ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇമ്പോർട്ടന്റ് മാത്രം പറഞ്ഞേരാ. സി ഡി മാത്രം നോക്കിയാൽ മതിയേ. ഓക്കെ, സി ഡി മാത്രം നോക്കാം. ഓക്കെ, C and D, basic life support ambulance and advanced life support ambulance. രണ്ട് നോക്കി വെക്കാം. ഓക്കെ, പിന്നെ കുറച്ച് സിമ്പിൾസ് ഉണ്ടായിരുന്നു ആംബുലൻസിൽ അല്ലെ? അത് ഏതൊക്കെ എവിടെയൊക്കെയാണെന്ന് നോക്കണം കേട്ടോ. ഈ പറയുന്ന സിനിമയുടെ പേരെന്താണ്, ഇതിന്റെ പേരെന്താണ്, ഇതിന്റെ പേരെന്താണ്, ഇതിന്റെ പേരെന്താണ്, ഇതൊക്കെ എല്ലാം നീ ഒന്ന് നോക്കിയിരിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആംബുലൻസിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ആംബുലൻസിന്റെ പേരെന്താണ്, പേര് എവിടെ നിന്ന് വന്നു, അതിന്റെ മീനിങ് എന്താണ്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് ഉണ്ട്, അതെങ്ങനെയാണ്, അതുപോലെ തന്നെ പറയുന്ന ടൈപ്പ് എ ബി സി ഡി ഉണ്ട്, സി എം ഡി നോക്കി വെക്കാം. പറയുന്ന സിമ്പിൾസ് ഉണ്ട് അല്ലെ? പാസീവ് വിഷ്വൽ വാർണിംഗ്സ് സിമ്പിൾസ് ഉണ്ട്. സോ
സിമ്പിൾസിന്റെ പേരും ഇനി ഈ പറയുന്ന സിമ്പിൾസ് ഒക്കെ നോട്ട് ചെയ്തിരിക്കുക. ഓക്കെ, ഇതെന്താണ്? സ്റ്റാർ ഓഫ് ലൈഫ് ആണ്. റെഡ് ക്രോസ്, റെഡ് പ്രസന്റ്, മൾട്ടിസ് ക്രോസ്. അതിന്റെ പേരൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെയാണ് എന്താ ആംബുലൻസ് ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി next chapter, the last one was the spillage waste. Spillage waste management. എന്താണ് സ്പില്ലേജ് വേസ്റ്റ്? എന്താണെന്ന് അറിയാതെ അല്ലെ? ലീക്കേജ് ആണ്. ഈ പറയുന്ന ലീക്കേജ് എവിടെയൊക്കെ കാണാൻ പറ്റും? നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? Any item or material that has spilled or leaked from a designated container or place is referred to as a spillage waste. എവിടെയൊക്കെയാ കാണാം? ഹോസ്പിറ്റൽസ്, laboratories, industrial facilities, and all are just a few places where this kind of garbage can be found. Okay, ഇത്രയും സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. സ്പില്ലേജ് വേസ്റ്റ് എന്താന്ന് പറയും, അതവിടെ കാണാൻ പറ്റും എന്ന് അറിയും. ഓക്കെ, പിന്നെന്താണ്? ഹസാർഡ്സ് ആണ് അല്ലെ? ഓരോ ഹസാർഡ്സ് പറയാലോ, അങ്ങനെയൊക്കെയാണ്. എന്തൊക്കെയാണ്? പിന്നെന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട്. ഇത് റിവിഷൻ ചെയ്തു. ഓക്കെ, പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്ന് നോക്കി, അതെവിടെയൊക്കെ കാണാൻ പറ്റും നോക്കി. Then types of spillage waste ഉണ്ട്. അത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ബ്ലഡിനും ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ടേസ്റ്റ് ആണ് പറയുന്നത്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പഠിച്ചു വയ്ക്കും, മനസ്സിലാക്കി പഠിക്കാം. മെർക്കുറി എന്താണ് അറിയാലോ? മെർക്കുറി എന്താണ്? ലീക്കേജ് വരുമ്പോ. ഓക്കെ, ഷാപ്സ്. ഷാപ്സ് എന്താണ്? നീഡിൽസ് അല്ലെ പറയുന്ന നീഡിൽസ്. അങ്ങനെ നമ്മള് സർജറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ഷാർപ്സ് ആണ് ഇത്. ഈ പറയുന്ന സ്കാൽപ്പൽസ് ഒക്കെയാണ് ഈ പറയുന്ന വേസ്റ്റിൽ വരുന്നത് കേട്ടോ, ഷാർപ്സ്. അതുപോലെ തന്നെയാണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ്, കെമിക്കൽ ആയിട്ട് വരുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ. ഇതിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഇപ്പൊ ബോഡി, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ എല്ലാവരും. അതുപോലെ തന്നെ ഈ പറയുന്ന സ്പില്ലേജ് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫ്സ് എങ്ങനെയായിരിക്കണം? അവർ എന്തൊക്കെ ക്വാളിഫൈഡ് ആയിരിക്കണോ, അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിരിക്കണോ, അല്ലെങ്കിൽ ചുമ്മാ ഒരാൾക്ക് നമുക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റോ? ഒരിക്കലും അവർ ട്രെയിൻഡ് ആയിരിക്കണം അല്ലെ? അവർ ട്രെയിൻഡ് ആയിരിക്കണം, അവർക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്റ്റാഫ്സിന് മാത്രമാണ് ഈ പറയുന്ന സ്പില്ലേജ് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ സെക്യൂർ ചെയ്യണം അല്ലെ? PPE ഉണ്ടാവണം അല്ലെ? പ്രൊട്ടക്ഷൻ അല്ലെ? പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എല്ലാം വെയർ ചെയ്തിരിക്കണം, അത് മസ്റ്റ് ആണ്. എല്ലാവർക്കും അറിയാലോ ഇതെല്ലാം അല്ലെ? സിമ്പിൾ ആണ്. അപ്പൊ സ്പില്ലേജ് വേസ്റ്റ് എവിടെ കാണും? എന്താണ് സ്പില്ലേജ് വേസ്റ്റ്? അതിന് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് നോക്കാം. അത് പറയുന്നത് ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ്, റേഡിയോ ആക്റ്റീവ്, അതുപോലെ തന്നെ ഷാർപ്സ്, ഇതൊക്കെ നോക്കി വെക്കാം. അത് സ്പില്ലേജ് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നവര് കുറച്ചുകൂടെ ട്രെയിൻഡ് ആയിരിക്കണം, സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ വേസ്റ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പറയുന്ന പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്തിരിക്കണം. ഓക്കെ, ഇനിയിപ്പോ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാം. പറയുന്ന ബോഡി ഫ്ലൂയിഡ്സ് ഒരു കൈൻഡ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് അല്ലെ? അത് ഏതൊക്കെയായിരിക്കും? എന്തോ ആവാരം പറയൂ. ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബ്ലഡ്, സാലിവ, സെറം, യൂറിൻ, ബ്രസ്റ്റ് മിൽക്ക്, ഇതെല്ലാം എന്താണ്? ബോഡി ഫ്ലൂയിഡ്സ് ആണ്. അറിയാം. ക്ലിയർ? എന്റെ പോർഷൻ എല്ലാം കഴിഞ്ഞു. ഞാൻ ഇമ്പോർട്ടൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെക്കാം, പഠിക്കാം. ഓക്കെ ആണോ? കഴിഞ്ഞു.
ഇത്രയേ ഉള്ളൂ. ഇനിയൊന്നും പറയാനില്ല കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് ഞാൻ എന്താ വന്ന് നിൽക്കുക, ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കുകയല്ലേ. All done. Yeah. Clear? നോട്ട് ചെയ്യാ. വീണ്ടും പറയാണ്, റെക്കോർഡ് ക്ലാസ് കാണാം. ഓക്കെ, 1 or 2 പ്രാവശ്യം കാണുമ്പോ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവായിരിക്കും. ഓക്കെ, പിന്നെന്താണ് ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താ ചെയ്യാ? ഇനി റിവിഷൻ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇനി ഇതിന് മേലെ ഞാനൊന്നും പറയില്ല. ഇനി പറഞ്ഞാല് കൺഫ്യൂഷൻ. ഇത്രയുമോ ഇതിന് നമുക്ക് കൺഫ്യൂഷൻ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ചുമ്മാ ഇന്ന് വർത്തമാനം പറഞ്ഞാൽ മതിയോ? നമുക്ക് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ തരാതെ, എക്സാമിന് വേണ്ടി കുറച്ച് മോട്ടിവേഷൻ ക്ലാസ് തന്നാലോ? ഓക്കെയാണോ? ഈ ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ ആരൊക്കെ ജോയിൻ ചെയ്യാതിരിക്കോ? ഉണ്ടാകും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് എക്സാമിന് വേണ്ടി ബിഫോർ എന്താണ് എന്താ പറയാ, എക്സാം എന്നായിട്ട് വരും? എന്നാണ് എക്സാം? എന്നാ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ടാവും കേട്ടോ. എന്റെ പോർഷനിൽ റിവിഷൻ ചെയ്യരുത് കേട്ടോ. വീണ്ടും പറയാണ് എന്റെ പോർഷനിൽ റിവിഷൻ ചെയ്യണ്ട. ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഈ ക്ലാസ്സോടുകൂടി ഇവിടെ അവസാനിപ്പിക്കാം. ഇതൊക്കെ ക്ലാസ് മാത്രം കാണാം. പറഞ്ഞിട്ട് നോക്കണ്ട, എന്റെ ചാപ്റ്റർ നോക്കണ്ട, തൊടണ്ട കേട്ടോ. പക്ഷേ അത് ഞാനിപ്പോ പറയുന്നത് എക്സാമിന് വേണ്ടിയാണ്. അല്ലാതെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക, അറിഞ്ഞു വെക്കുക. പഠിക്കാൻ ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കി അറിഞ്ഞു വെക്കുക. 5 to 9 സ്റ്റഡി ലീവ്. അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് മോട്ടിവേഷൻ ആയിട്ടൊക്കെ വരാം. ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം നിങ്ങളെ. വെറുതെ ചുമ്മാ പരീക്ഷയെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ഉള്ളതും കൂടെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കാണിക്കരുതേ. ഓക്കെ, എന്റെ പോർഷൻ ഇപ്പൊ സമാധാനമായോ? നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഫ്രീ ആയോ? എന്റെ പോർഷൻ മാത്രം, ബാക്കി ആരെങ്കിലും അറിയില്ല കേട്ടോ. ഓക്കെയാണോ? ഓ, മോട്ടിവേഷൻ കഴിഞ്ഞ് ഒന്നും ചെയ്തോ? നന്ദിനി എന്തോ എന്നോട് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഉണ്ട്, പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചാട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോളോവേഴ്സ് വന്നു കേട്ടോ. നിങ്ങൾ ആള് കൊള്ളാനോ? കഴിഞ്ഞ അപ്പൊ തന്നെ സെർച്ച് ചെയ്ത് ഫോളോ ചെയ്തു. എക്സാം കഴിയട്ടെ. ഓക്കെ, എക്സാം കഴിയട്ടെ. ഞാൻ വെയിറ്റിംഗ് ആണ്. എന്താണെന്ന് അറിയാത്തത് എനിക്ക് എന്തോ സമാധാനിക്കില്ല പോലെ. ഓക്കെ, പിന്നെന്താ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം അല്ലേ? മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. എന്ത് വെച്ചിക്കിളി പോയോ? എല്ലാവരും 2 ക്ലാസ്സില് ടെൻഷൻ ഫ്രീ ആക്കി തന്നല്ലോ ഞാൻ. പിന്നെന്താണ്? കൂളായിട്ടിരിക്കും, റിലാക്സ് ചെയ്യും. നിങ്ങളൊക്കെ എന്തായാലും പരീക്ഷ പാസ്സാകും മക്കളെ. എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? എല്ലാവരും പാസ്സാവും. പോയിട്ട് വന്ന് അതിന്റെ പറഞ്ഞു വിട്ടു. ഞാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു വിടുന്നു എല്ലാവരും. ഞാൻ പോകുന്നു. ആവശ്യം കഴിഞ്ഞല്ലോ അല്ലേ? എനിക്കറിയാം നിങ്ങൾ ആവശ്യം കഴിഞ്ഞു. ഞാനത് ഉൾക്കൊള്ളാൻ പറഞ്ഞു. മോശമായിക്കോളൂ. Okay, bye to all. See you on next class. Okay, എന്നാ പോവണ്ട, നമുക്ക് വിടുന്നിട്ടാ. ഓക്കെ, ഞാൻ പോവാണേ. പെട്ടെന്ന് 1 hour പെട്ടെന്ന് പോയിട്ടോ. Okay, so thank you all. Hope you all enjoyed the session. നല്ലതായിട്ട്. Okay, so thank you all. Bye to all. See you on next class. Okay, നല്ല Thank you, ma'am. Bye.